കുറ്റവാളികളായ ഹമാസ് ഭീകരരോട് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ നിരപരാധികളായ ഇസ്രായേലി ബന്ദികളെ ഉപമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്ററുമായുള്ള അഭിമുഖത്തിൽ ഹമാസ് ഭീകരരായ തടവുകാരെയും ഇസ്രായേൽ ബന്ദികളെയും ഒരേ തട്ടിൽ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ഹെർസോഗ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ നിയമവാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അതേസമയം ഹമാസ് ക്രൂരമായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. BBC എല്ലായ്പ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ സമത്വം അതിരുകടന്നതും അപകീർത്തികരവുമാണ്. ഇത് തീർത്തും ശരിയല്ല. ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇസ്രായേലിലെ എല്ലാ തടവുകാർക്കും കോടതിയുടെ മേൽനോട്ടത്തിൽ നിയമപ്രകാരം ആവശ്യമായതെല്ലാം ലഭിക്കുന്നതായും ഹെർസോഗ് ചൂണ്ടിക്കാട്ടി. മതിയായ ഭക്ഷണവും വൈദ്യസഹായവും ലഭിക്കാതെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ശാരീരികവും വൈകാരികവുമായ കഠിനമായ ആഘാതം നേരിട്ട തടവിലാക്കിയ ബന്ദികളുടെ സാക്ഷ്യങ്ങൾ അദ്ദേഹം വിവരിച്ചു. അവരെ ആ കാലഘട്ടത്തിലുടനീളം തുരങ്കങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്. അവർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. അവർ ആകെ ശോഷിച്ചു പോയെന്നും ഹെർസോഗ് പറഞ്ഞു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം മുഴുവൻ സ്വതന്ത്ര ലോകത്തിന് നേരെയുള്ള ആക്രമണമായിരുന്നു. ഈ ക്രൂരതകൾ നടത്തിയ തീവ്രവാദികളെ പിടികൂടുമ്പോൾ തങ്ങൾ ചെയ്യുന്നത് അവരെ തടയുകയാണ് എന്നും ഹെർസോഗ് പറഞ്ഞു. ഗാസ മുനമ്പ് പുനർനിർമ്മിക്കുന്നതിന് ഗാസയിലെ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ദിവസങ്ങളിലെ പരാമർശങ്ങളെക്കുറിച്ചും ഹെർസോഗ് വിലയിരുത്തി. സാധാരണയായി ആവർത്തിക്കപ്പെടാറുള്ളതുപോലെ ഒരു വെടിനിർത്തലിന് ശേഷം ഹമാസ് ആക്രമിക്കുകയും തുടർന്ന് വീണ്ടും യുദ്ധം ഉടലെടുക്കുകയും ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന പതിവ് രീതിയിൽ ഇനിയും മുന്നോട്ടു പോകാനാവില്ല. പുതിയ പ്രതിവിധികൾ തേടേണ്ടതുണ്ടെന്നും അതാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും ഹെർസോഗ് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.